എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മൂലകോശ ചികിത്സയിലൂടെ ലോകത്താദ്യമായി ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? മൂലകോശ ചികിത്സയിലൂടെ ലോകത്താദ്യമായി ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ഏത് രാജ്യമാണ്? ചൈനയാണ് മൂലകോശ ചികിത്സയിലൂടെ ലോകത്താദ്യമായി ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാനത്തെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ. സർക്കാരിൻ്റെയോ സർക്കാർ സാമ്പത്തിക സഹായമുള്ളതോ ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ഭവനരഹിതർക്കുള്ള പദ്ധതി. സർക്കാരിൻ്റെയോ സർക്കാർ സാമ്പത്തിക സഹായമുള്ളതുമായ ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ഭവനരഹിതർക്കുള്ള പദ്ധതി തൻ്റെ ഇടം പദ്ധതിയാണ്. സർക്കാരിൻ്റെയോ സർക്കാർ സാമ്പത്തിക സഹായമുള്ളതുമായ ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ഭവനരഹിതർക്കുള്ള പദ്ധതി. ആരോഗ്യമുള്ള മനസ്സുകളെ സൃഷ്ടിക്കാൻ നിലവിലുള്ള 38 ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ കൂടുതൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ തുറക്കാൻ ഒരുങ്ങുന്നത്. ആരോഗ്യമുള്ള മനസ്സുകളെ സൃഷ്ടിക്കാൻ നിലവിലുള്ള 38 ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ കൂടുതൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ തുറക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? കോഴിക്കോട് കോർപ്പറേഷനാണ് ആരോഗ്യമുള്ള മനസ്സുകളെ സൃഷ്ടിക്കാൻ നിലവിലുള്ള 38 ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ കൂടുതൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ തുറക്കാൻ ഒരുങ്ങുന്നത്. ശുക്രൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ സ്വപ്ന പദ്ധതിയായ ശുക്രയാൻ 1 വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ള വർഷം. ശുക്രൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ സ്വപ്ന പദ്ധതിയായ ശുക്രയാൻ 1 വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ള വർഷം 2028. 2028 ശുക്രൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ സ്വപ്ന പദ്ധതിയായ ശുക്രയാൻ 1 വിക്ഷേപിക്കാൻ പദ്ധതി ഇട്ടിട്ടുള്ളത്. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി നിലാവ് എന്ന പദ്ധതിയാണ് നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ട്രാൻസ്ജെൻഡേഴ്സിന് സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ട്രാൻസ്ജെൻഡേഴ്സിന് സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി അനന്യം പദ്ധതിയാണ് ട്രാൻസ്ജെൻഡേഴ്സിന് സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. 2024 അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോളിൽ പുരുഷ വിഭാഗം അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത്. 2024 പുരുഷ വിഭാഗം അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് 2024 പുരുഷ വിഭാഗം അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത്. 2024 വൈദ്യശാസ്ത്ര നോബൽ നേടിയത് ആരൊക്കെയാണ്? 2024 വൈദ്യശാസ്ത്ര നോബൽ നേടിയത് വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കുൻ. വിക്ടർ ആംബ്രോസും ഗാരി റൂക്കുനുമാണ് 2024 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത്. 2023 മുണ്ടശ്ശേരി പുരസ്കാരത്തിന് അർഹയായ യു ആതിരയുടെ കൃതി. 2024 മുണ്ടശ്ശേരി പുരസ്കാരത്തിന് അർഹയായ യു ആതിരയുടെ കൃതിയുടെ പേര് മഞ്ഞുരുകുമ്പോൾ. 2023 മുണ്ടശ്ശേരി പുരസ്കാരത്തിന് അർഹയായ യു ആതിരയുടെ കൃതിയാണ് മഞ്ഞുരുകുമ്പോൾ. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയാനായി കൊല്ലം ജില്ല ആരംഭിച്ച ആപ്ലിക്കേഷൻ. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയാനായി കൊല്ലം ജില്ല ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഫിംസ് എന്ന ആപ്ലിക്കേഷനാണ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയാനായി കൊല്ലം ജില്ല ആരംഭിച്ച ആപ്ലിക്കേഷൻ. ദേശീയ പാതയോരത്തെ ഹോട്ടലും പെട്രോൾ പമ്പുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് നൽകാൻ ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. ദേശീയപാതയോരത്തെ
ഹോട്ടലും പെട്രോൾ പമ്പുകളും അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് നൽകാൻ ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് രാജ്മാർഗ് യാത്ര. രാജ്മാർഗ് യാത്ര എന്ന ആപ്പാണ് ദേശീയപാതയോരത്തെ ഹോട്ടലും പെട്രോൾ പമ്പുകളും അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് നൽകാൻ ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് ഹാൻലെ, ലഡാക്കിലെ ഹാൻലെയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത്. 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് കൊച്ചിയാണ് 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത്. 2025 38ാമത് ദേശീയ ഗെയിംസ് വേദി. 2025 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയായിരുന്നത് ഉത്തരാഖണ്ഡാണ് 2025 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയായിരുന്നത്. ഇന്ത്യൻ സീനിയർ ബാഡ്മിൻ്റൺ ടീം കോച്ചായി നിയമിതനായത് ജോയ് ടി ആൻ്റണിയാണ് ഇന്ത്യൻ സീനിയർ ബാഡ്മിൻ്റൺ ടീം കോച്ചായി നിയമിതനായത്. ജയിലുകളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാൻ വിധിച്ച നീതിന്യായ സ്ഥാപനം സുപ്രീം കോടതിയാണ് ജയിലുകളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാൻ വിധിച്ച നീതിന്യായ സ്ഥാപനം. യുഎസിൻ്റെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്തത് ബാൾഡ് ഈഗിൾ അഥവാ വെള്ളത്തലയൻ കടൽപ്പരുന്ത്. ബാൾഡ് ഈഗിളിനെയാണ് യുഎസിൻ്റെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്തത്. പുരാവസ്തു ഗവേഷകർ അടുത്തിടെ 5000 വർഷം പഴക്കമുള്ള ജലപരിപാലന സംവിധാനം കണ്ടെത്തിയ ഹാരപ്പൻ സൈറ്റ്. പുരാവസ്തു ഗവേഷകർ അടുത്തിടെ 5000 വർഷം പഴക്കമുള്ള ജലപരിപാലന സംവിധാനം കണ്ടെത്തിയ ഹാരപ്പൻ സൈറ്റ് രാഖി ഗർഹി എന്ന ഹാരപ്പൻ സൈറ്റിലാണ് പുരാവസ്തു ഗവേഷകർ അടുത്തിടെ 5000 വർഷം പഴക്കമുള്ള ജലപരിപാലന സംവിധാനം കണ്ടെത്തിയത്. സർക്കാർ ജീവനക്കാരുടെ ആസ്തിയും ബാധ്യതയും സംബന്ധിച്ച വിശദാംശങ്ങൾ സ്വകാര്യ വിവരമായി കണക്കാക്കാനാവില്ലെന്നും അതിനെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെന്നും വിധിച്ച കോടതി. സർക്കാർ ജീവനക്കാരുടെ ആസ്തിയും ബാധ്യതയും സംബന്ധിച്ച വിശദാംശങ്ങൾ സ്വകാര്യ വിവരമായി കണക്കാക്കാനാവില്ലെന്നും അതിനെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെന്നും വിധിച്ച കോടതി മദ്രാസ് ഹൈക്കോടതിയാണ് സർക്കാർ ജീവനക്കാരുടെ ആസ്തിയും ബാധ്യതയും സംബന്ധിച്ച വിശദാംശങ്ങൾ സ്വകാര്യ വിവരമായി കണക്കാക്കാനാവില്ലെന്നും അതിനെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെന്നും വിധിച്ച കോടതി. അടുത്തിടെ സൂചിയില്ലാ സിറിഞ്ച് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം IIT ബോംബെയാണ് അടുത്തിടെ സൂചിയില്ലാ സിറിഞ്ച് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം. മെച്ചപ്പെടുത്തിയ ഭരണത്തിലൂടെയും അറിവിലൂടെയും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. മെച്ചപ്പെടുത്തിയ ഭരണത്തിലൂടെയും അറിവിലൂടെയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി വികസിത് പഞ്ചായത്ത് കർമ്മയോഗി ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതിയാണ് മെച്ചപ്പെടുത്തിയ ഭരണത്തിലൂടെയും അറിവിലൂടെയും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ നദീബന്ധന പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കപ്പെടുന്ന നദികൾ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നദീബന്ധന പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? കെൻ ബേത്വ നദികളാണ് ഇന്ത്യയിലെ ആദ്യത്തെ നദീബന്ധന പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കപ്പെടുന്ന നദികൾ. പുരുഷന്മാരിലെ വന്ധ്യതാ ചികിത്സയുടെ ഫലപ്രാപ്തി അറിയാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഇന്ത്യൻ സ്ഥാപനം. പുരുഷന്മാരിലെ വന്ധ്യതാ ചികിത്സയുടെ ഫലപ്രാപ്തി അറിയാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഇന്ത്യൻ സ്ഥാപനം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് പുരുഷന്മാരിലെ വന്ധ്യതാ ചികിത്സയുടെ ഫലപ്രാപ്തി അറിയാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഇന്ത്യൻ സ്ഥാപനം. കാവേരി എഞ്ചിൻ വികസിപ്പിച്ച സംഘടന
പ്രതിരോധ ഗവേഷണ വികസന സംഘടന. DRDOയാണ് കാവേരി എഞ്ചിൻ വികസിപ്പിച്ച സംഘടന. ടൂറിസം വഴിയുള്ള കാർബൺ പുറന്തള്ളലിൽ ഇന്ത്യയുടെ സ്ഥാനം. ടൂറിസം വഴിയുള്ള കാർബൺ പുറന്തള്ളലിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 3-ാം സ്ഥാനമാണ്. ടൂറിസം വഴിയുള്ള കാർബൺ പുറന്തള്ളലിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണ്. ഏത് വിദേശ ശക്തികൾക്കിടയിൽ സമാധാനം നിലനിർത്താനാണ് UN ഡിസെൻഗേജ്മെൻറ്റ് ഒബ്സർവേഷൻ ഫോഴ്സ് UNDOF എന്ന ദൗത്യം സ്ഥാപിച്ചത്? ഏത് വിദേശ ശക്തികൾക്കിടയിൽ സമാധാനം നിലനിർത്താനാണ് UN ഡിസെൻഗേജ്മെൻറ്റ് ഒബ്സർവർ ഫോഴ്സ് എന്ന ദൗത്യം സ്ഥാപിച്ചത്? ഇസ്രായേലും സിറിയയ്ക്കുമിടയിലുള്ള സമാധാനം നിലനിർത്താനാണ് UNDOF UN ഡിസെൻഗേജ്മെൻറ്റ് ഒബ്സർവർ ഫോഴ്സ് എന്ന ദൗത്യം സ്ഥാപിച്ചത്. മനുഷ്യ ബഹിരാകാശ യാത്ര, ബഹിരാകാശത്ത് വെച്ചുള്ള ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണി, മറ്റ് പ്രോക്സിമിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ഡിസംബർ 30 ISRO വിക്ഷേപിച്ച ഇരട്ട ഉപഗ്രഹ ദൗത്യം. മനുഷ്യ ബഹിരാകാശ യാത്ര, ബഹിരാകാശത്ത് വെച്ചുള്ള ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണി, മറ്റ് പ്രോക്സിമിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ഡിസംബർ 30 ISRO വിക്ഷേപിച്ച ഇരട്ട ഉപഗ്രഹ ദൗത്യത്തിൻ്റെ പേര് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്, സ്പാഡെക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. മനുഷ്യ ബഹിരാകാശ യാത്ര, ബഹിരാകാശത്ത് വെച്ചുള്ള ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണി, മറ്റ് പ്രോക്സിമിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ഡിസംബർ 30 ISRO വിക്ഷേപിച്ച ഇരട്ട ഉപഗ്രഹ ദൗത്യം. ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുമായി ഗുജറാത്ത് സർക്കാർ അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം. ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുമായി ഗുജറാത്ത് സർക്കാർ അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് സ്വർ, സ്പീച്ച് ആൻഡ് റിട്ടൺ അനാലിസിസ് റിസോഴ്സ്. സ്വർ എന്ന പ്ലാറ്റ്ഫോമാണ് ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുമായി ഗുജറാത്ത് സർക്കാർ അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം വിജയിയായത്? ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം വിജയിയായത് കൊനേരു ഹംപിയാണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം വിജയിയായത്. ഇന്ത്യയിൽ ഗ്രാമത്തിലെയും നഗരത്തിലെയും ആളോഹരി ചെലവിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഗ്രാമത്തിലെയും നഗരത്തിലെയും ആളോഹരി ചെലവിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം സിക്കിമാണ് ഇന്ത്യയിൽ ഗ്രാമത്തിലെയും നഗരത്തിലെയും ആളോഹരി ചെലവിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. വർഷം 5 ലക്ഷം പേർക്ക് തൊഴിലും 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പദ്ധതി. വർഷം 5 ലക്ഷം പേർക്ക് തൊഴിലും 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പദ്ധതിയുടെ പേര് വിജ്ഞാന കേരളം എന്ന പദ്ധതിയാണ്. വർഷം 5 ലക്ഷം പേർക്ക് തൊഴിലും 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പദ്ധതി. മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗമുള്ള ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ മാതൃക അവതരിപ്പിച്ച രാജ്യം. മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗമുള്ള ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ മാതൃക അവതരിപ്പിച്ച രാജ്യം ചൈനയാണ് മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗമുള്ള ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ മാതൃക അവതരിപ്പിച്ച രാജ്യം. 2024 കിങ് കപ്പ് ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റണിൽ വെങ്കലം നേടിയ ഇന്ത്യൻ കളിക്കാരൻ. 2024 കിങ് കപ്പ് ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റണിൽ വെങ്കലം നേടിയ ഇന്ത്യൻ കളിക്കാരൻ ലക്ഷ്യാസെന്നാണ് 2024 കിങ് കപ്പ് ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റണിൽ വെങ്കലം നേടിയ ഇന്ത്യൻ കളിക്കാരൻ. 2024 ഡിസംബറിൽ അന്തരിച്ച ആംബുലൻസ് ഓടിക്കാൻ ബാഡ്ജ് നേടിയ സംസ്ഥാനത്തെ ആദ്യത്തെ വനിത. 2024 ഡിസംബറിൽ അന്തരിച്ച ആംബുലൻസ് ഓടിക്കാൻ ബാഡ്ജ് നേടിയ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതയാണ് സിസ്റ്റർ ഫ്രാൻസിസ്. ആംബുലൻസ് ഓടിക്കാൻ ബാഡ്ജ് നേടിയ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതയായിരുന്നു സിസ്റ്റർ ഫ്രാൻസിസ് 2024 ഡിസംബറിൽ അന്തരിച്ചു. കൗമാരക്കാരെ വെബ്സൈറ്റ് അഡിക്ഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം. കൗമാരക്കാരെ വെബ്സൈറ്റ് അഡിക്ഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം ഗ്രീസാണ്. കൗമാരക്കാരെ
വെബ്സൈറ്റ് അഡിക്ഷനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം? ഗ്രാമീണ വസ്തു ഉടമകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി. ഗ്രാമീണ വസ്തു ഉടമകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി സ്വാമിത്വ. സ്വാമിത്വ എന്ന പദ്ധതിയാണ് ഗ്രാമീണ വസ്തു ഉടമകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി. ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് 2024-25 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് എത്ര? ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് 2024-25 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് എത്രയാണ്? 6.5%. 6.5%മാണ് ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് 2024-25 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക്. 2024 സന്തോഷ് ട്രോഫി ജേതാക്കളായത്. 2024 സന്തോഷ് ട്രോഫി ജേതാക്കൾ വെസ്റ്റ് ബംഗാളാണ് 2024 സന്തോഷ് ട്രോഫി ജേതാക്കൾ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡിന് അർഹനായത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡിന് അർഹനായത് രവിചന്ദ്രൻ അശ്വിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡിന് അർഹനായത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ഒന്നാം സ്ഥാനത്തുള്ള താരം അനിൽ കുംബ്ലെയാണ്. ഇന്ത്യ മ്യാൻമാർ തമ്മിലുള്ള മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി. ഇന്ത്യ മ്യാൻമാർ തമ്മിലുള്ള മൾട്ടി മോഡൽ ഗതാഗത പദ്ധതിയാണ് കലദാൻ മൾട്ടി മോഡൽ പദ്ധതി. കലദാൻ മൾട്ടി മോഡൽ പ്രോജക്റ്റാണ് ഇന്ത്യ മ്യാൻമാർ തമ്മിലുള്ള മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFKയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 IFFK സ്പിരിറ്റ് ഓഫ് ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് പായൽ കബാഡിയയ്ക്കാണ് 2024 IFFK സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത്. 2024 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായത്. 2024 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായത് അബ്ദുള്ള അബൂബക്കർ. ട്രിപ്പിൾ ജമ്പ് താരമായ അബ്ദുള്ള അബൂബക്കറിനാണ് 2024 ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത്. ട്രംപിൻ്റെ AI ഉപദേഷ്ടാവായി നിയമിതനായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ AI ഉപദേഷ്ടാവായി നിയമിതനായത് ശ്രീറാം കൃഷ്ണനാണ് ട്രംപിൻ്റെ AI ഉപദേഷ്ടാവായി നിയമിതനായത്. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പൽ. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പലിൻ്റെ പേര് INS തരിണിയാണ് ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിൻ്റെ കപ്പൽ. തടാകത്തിലെ ജലത്തിൻ്റെ ഉപരിതല താപനില നിരീക്ഷിക്കാൻ ഇംപാർട്ട് എന്ന ഓപ്പൺ സോഴ്സ് ടൂൾ വികസിപ്പിച്ച സ്ഥാപനം. തടാകത്തിലെ ജലത്തിൻ്റെ ഉപരിതല താപനില നിരീക്ഷിക്കാൻ ഇംപാർട്ട് എന്ന ഓപ്പൺ സോഴ്സ് ടൂൾ വികസിപ്പിച്ച സ്ഥാപനം IIT ബോംബെയാണ് തടാകത്തിലെ ജലത്തിൻ്റെ ഉപരിതല താപനില നിരീക്ഷിക്കാൻ ഇംപാർട്ട് എന്ന ഓപ്പൺ സോഴ്സ് ടൂൾ വികസിപ്പിച്ച സ്ഥാപനം. 2024 കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ ഏറ്റവും ഉയർന്ന റാങ്കിംഗ് നേടിയ സർവകലാശാല ഏതാണ്? 2024 കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ ഏറ്റവും ഉയർന്ന റാങ്കിംഗ് നേടിയ സർവകലാശാല ഏതാണ്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കുസാറ്റ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് 2024 കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ ഏറ്റവും ഉയർന്ന റാങ്കിംഗ് നേടിയ സർവകലാശാല. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ LIC നടപ്പിലാക്കുന്ന പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ LIC നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ബീമാ സഖി യോജന പദ്ധതി. ബീമാ സഖി യോജന പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ LIC നടപ്പിലാക്കുന്ന പദ്ധതി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്
PM ഉഷ, പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ. PM ഉഷ എന്ന പദ്ധതിയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.